കേരളത്തിൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും നല്ല പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. കാര്യം ഒരു സാമുദായിക ലൈൻ അവരെടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ മുസ്ലിം താല്പര്യങ്ങൾ, മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യം. ഇല്ലെങ്കിൽ വാര്യരായ സവർണ മുന്നോക്ക വിഭാഗത്തിലെ വാര്യരെ ഇത്ര സ്നേഹത്തോടെ വെൽക്കം ബ്രോ എന്ന് പറഞ്ഞ് മുനവറലി തങ്ങൾ പോസ്റ്റ് ഇടുവോ? കുഞ്ഞാലിക്കുട്ടി സാർ ഇൻസ്റ്റാഗ്രാമിലടക്കം സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്നതിന്റെ പോസ്റ്റ് ഒരു മതസൗഹാർദ്ദത്തിന്റെ ലൈൻ പോകണം എന്നുള്ളതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് അതിനെ മതേതരത്വം എന്ന് വിളിക്കാൻ കഴിയും, എനിക്കറിയാം. എനിക്ക് എന്റെ സുഹൃത്തുകൂടെയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പാർട്ടി കോൺഗ്രസിൽ പോകുന്നതിന്റെ തലേ ദിവസം മുമ്പ് വരെ എന്നോട് സംസാരിച്ചിരുന്നു. ഇപ്പൊ സന്ദീപ് വാര്യർ പോലും മതേതരത്വം എന്നേ പറയുന്നുള്ളൂ. കാര്യം അങ്ങനെയാണ് പൊളിറ്റിക്കലി കറക്റ്റ്. പാലക്കാട് മതേതരത്വം എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദുവിന്റെ ഫോട്ടോ ഇടും. ഇനി മതേതരത്വം എന്ന് വിളിച്ചാൽ അങ്ങനെ, മതസൗഹാർദ്ദം എന്ന് വിളിച്ചാൽ അങ്ങനെ, ബഹുസ്വരത എന്ന് വിളിച്ചാൽ അങ്ങനെ, MA ബേബി സാറിന്റെ ഭാഷയിൽ വിശ്വമാനികത എന്ന് വിളിച്ചാൽ അങ്ങനെ. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി വേണം സാർ ജയിക്കാൻ. ഇതിലൊരു തെറ്റുമില്ല. ഇതിലെ ഏക തെറ്റെന്താണെന്നറിയാമോ? ഇത് ചെയ്തിട്ട് അതല്ല എന്നിട്ട് കള്ളം പറയും, അന്താരാഷ്ട്ര തത്വങ്ങൾ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ പറയും. പാലക്കാട്ടിലെ യഥാർത്ഥത്തിൽ സവർണ ഹിന്ദു വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, പിന്നെ 4% ക്രിസ്ത്യൻ വോട്ടുകൾ ആർക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയും അവർ ജയിക്കും. ഇത്രയല്ലേ ഉള്ളൂ ഇതിലെ സംഭവം. നമസ്കാരം. പ്രതിലോമ പ്രതിക്രിയാവാദമല്ല. ശങ്കരാടി മുമ്പ് സിനിമയിൽ പറഞ്ഞ പോലെ ഇത് വെറും പച്ച വർഗീയതയാണ്. മുസ്ലിം വോട്ടും ഹിന്ദു വോട്ടും ഭിന്നിച്ച് ആ വോട്ടുകൾ CPMലേക്ക് വന്നു ചേരാനുള്ള തന്ത്രമാണ് CPM 2 പത്രങ്ങളിൽ പരസ്യം ചെയ്തത്. അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. അതായത് തേജസ് എന്ന് പറയുന്ന സമസ്തയുടെയും സുന്നികളുടെയും സമസ്തയുടെ പത്രമായ സുപ്രഭാതത്തിലും ഇന്നലെ പച്ചവർഗീയത പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരുടെ കഥകൾ പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തത് ഒരിക്കലും ഭൂഷണമായ കാര്യമല്ല. അത് വർഗീയത തന്നെയാണ്. ജാതി തിരിച്ച് മതം തിരിച്ച് വോട്ട് തട്ടാനുള്ള CPMൻ്റെ ശ്രമം, അല്ലാതെ വേറെ ഒന്നുമല്ല നടന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ ഇന്നലെ മീഡിയ വണ്ണിൻ്റെ ചർച്ചയിൽ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതൊരു സത്യമാണ്. എന്തായാലും അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സരിനും സന്ദീപും അതേപോലെ രാഹുൽ ഈശ്വറും കൃഷ്ണകുമാറും എല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. അതെ, എന്നാൽ ഇവിടെ നടക്കുന്നത് പച്ച വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുക തന്നെയാണ്. സന്ദീപ് വാര്യർ എന്തിനാണ് ഒരു കൊല്ലമായി പാർട്ടിയിൽ ഒതുക്കി വെച്ചത്? അദ്ദേഹം ജാതി മതങ്ങൾക്കപ്പുറം പാർട്ടിയെ കൊണ്ടുപോകണം, ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നോക്കാതെ പാർട്ടിയിൽ മുന്നോട്ട് പോകണം. മാത്രമല്ല പിണറായി വിജയനുമായുള്ള ധാരണകൾ ഒഴിവാക്കണം. അദ്ദേഹത്തെ കള്ളക്കേസുകളിൽ, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളിൽ ശക്തമായി നടപടി വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പാർട്ടി ഒതുക്കി നിർത്തിയത് എന്ന കാര്യവും രാഹുൽ ഈശ്വർ പറയുകയാണ്. രാഹുൽ ഈശ്വർ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം 100% അച്ചട്ട് ശരിയാണ്. അത് എല്ലാവരും ഇന്നലെ CPM നടത്തിയ പച്ച വർഗീയത വിളമ്പിയ സന്ദീപ് വാര്യരെ ഇത്രയും മോശപ്പെടുത്തിയ കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം അദ്ദേഹം എല്ലാം വിട്ടൊഴിഞ്ഞു. ഞാനിനി ഇല്ല ആ കൂടാരത്തിലേക്ക്. അവിടെ വർഗീയതയാണ്, വിദ്വേഷമാണ്, സ്നേഹമല്ല അവിടെയുള്ളത്, തമ്മിലടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ തീരത്തേക്ക് അദ്ദേഹം വരികയും കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ പറ്റി ഇത്രയും മോശമായി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒട്ടും ശരിയല്ല. അത് CPMന് അദ്ദേഹത്തെ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് എന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ പൂർണ്ണമായ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഈ ശങ്കരാടിയുടെ ആ ഡയലോഗ് ഉണ്ടായിരുന്നു, ഈ പ്രതിക്രിയാവാദികളും പ്രതിലോമവാദികളും തമ്മിലുള്ള അന്തർധാര എന്നൊക്കെ പറയുന്ന പോലെ. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പാലക്കാട് 3 നല്ല കാൻഡിഡേറ്റ്സ് ആണ്. 3 പേരും വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. 3 പേരും വളരെ നല്ല കാൻഡിഡേറ്റ്സ് ആണ്. സരിൻ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഉന്നതമായ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് മത്സര രംഗത്തേക്ക് വന്നതാണ്. സരിന് ഒരു വിഷമം ഉണ്ടായി, സരിനെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്തില്ല. ഇപ്പുറത്ത് സന്ദീപ് വാര്യർക്ക് അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായി, അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പം പോലും വന്നില്ല, അദ്ദേഹത്തെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്തില്ല. അപ്പൊ അവരുടെ വ്യക്തിപരമായ വേദനകളും കൂടെ ഈ ഇലക്ഷനിലേക്ക് വന്നു. അതിനൊന്നും ഒരു തെറ്റുമില്ല. കാഴ്ചപ്പാടുകൾ ഇവോൾവ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ സന്ദീപ് വാര്യരടക്കം ഇവോൾവ് ചെയ്ത് പുതിയൊരു പാർട്ടിയിലേക്ക് വന്നു. സന്ദീപ് വാര്യരെ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുത്തി നോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി ഇത്രയൊന്നും കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കേണ്ട. ഞാനൊരു മതവാദി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, 66% നമ്മുടെ അവിടെ, അതായത് നമ്മുടെ പാലക്കാട് ഹിന്ദു ജനവിഭാഗമാണ്. 28 മുതൽ 30% വരെ മുസ്ലിം ജനവിഭാഗമാണ്. 4% നമ്മുടെ ക്രിസ്ത്യാനികൾ. ഇനി ഇതേപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി കണക്കുമുണ്ട്. നമ്മുടെ CPMകാർ 2 മുസ്ലിം പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? മുസ്ലിങ്ങൾക്ക് സന്ദീപ് വാര്യർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ മാസേ വോട്ടാണ് സാധാരണ പോകുന്നത്. അങ്ങനെ മുസ്ലിം വോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാതിരിക്കാനും അവരുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനും മത്സരം കുറെ കൂടെ ത്രികോണമാകാനും വേണ്ടിയിട്ടാണ്. 3 പേരും വളരെ ശക്തമായിട്ട്, പാലക്കാട് പോയിട്ടുണ്ടോ അവർക്കറിയാം, 3 പേരും വളരെ ശക്തമായിട്ടുണ്ട്. 3 പേർക്കും ചാൻസ് ഉണ്ട്. സരനടക്കം ഒരുപാട് നിഷ്പക്ഷ വോട്ടുകളുടെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം ഇല്ല എന്ന് പറഞ്ഞ് ആരെയെങ്കിലും അപമാനിക്കുന്നതോ അധിക്ഷേപിക്കുന്നതോ ആവരുത് നമ്മുടെ രാഷ്ട്രീയം. 3 പേരും നല്ല നമുക്കറിയാം. കാര്യം സരനെ കുറിച്ച് 1 മാസം മുമ്പ് കോൺഗ്രസ്സുകാർ നല്ലതല്ലേ പറഞ്ഞിരുന്നത്? സന്ദീപ് വാര്യരെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച വരെ
BJP-ക്കാർ നല്ലതല്ലേ പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരും നല്ല ഗംഭീര കാൻഡിഡേറ്റ്സ് ആണ്. ആ 3 പേരുടെയും പോസിറ്റീവുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം വെറും പൊളിറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ച് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്തുകൊണ്ട് 2 മുസ്ലിം മാനേജ്മെന്റ് പത്രത്തിൽ പരസ്യം കൊടുത്തു? കാര്യം വളരെ സിമ്പിളാണ്. മുസ്ലിങ്ങളെല്ലാം ഈ 30% വലിയൊരു വിഭാഗവും ഷാഫി പറമ്പിലാണ് വോട്ട് ചെയ്തത്. പക്ഷേ തെക്കനായ നായരായ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പരമാവധി മുസ്ലിം വോട്ടുകൾ കുറയ്ക്കണം. അങ്ങനെ ആവുമ്പോൾ കോൺഗ്രസിന്റെ ഭൂരിപക്ഷവും മറ്റും കുറയും, സരനുള്ള സാധ്യതകൾ കൂടും. ആ മതേതര വോട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു വിഭാഗം മുസ്ലിം വോട്ടുകൾ കുറച്ച് സരനും കൂടെ വന്നാൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും. ഇതിനെ മറിച്ച് കടക്കാൻ ഈ പ്രതിലോമവാദവും പ്രതിക്രിയാവാദവും ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതാണ് അതിന്റെ പ്ലെയിൻ ഫാക്ട്. ഈ ഫാക്ടിനെ അംഗീകരിച്ചുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ത്യയിൽ രാഷ്ട്രീയം. അത് BJP ആണെങ്കിലും RSS ആണെങ്കിലും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി വ്യത്യസ്ത കമ്മ്യൂണിറ്റിയുടെ വോട്ട് നേടാറുണ്ട്. ഞാനടക്കം കമ്മ്യൂണിറ്റി വോട്ട്സ് ആണ് ഉള്ളത്. അനിൽകുമാർ സാർ അങ്ങനെ ആയിരിക്കില്ല, അദ്ദേഹം സഖാവാണ്. രാജു P. നായർ സാറും അങ്ങനെ ആയിരിക്കില്ല, അവരൊക്കെ കുറെ കൂടെ മതേതര വോട്ടുകളാണ്. അജിംസ് അടക്കമുള്ളവർക്ക് ഈ സമുദായത്തിന് അതീതമായി വോട്ട് ചെയ്യുന്ന ശീലം കാണും. ഞാനടക്കമുള്ള സാധാരണക്കാർ സമുദായം കൂടി വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ മൂത്തോൺ സമുദായത്തിന് അവിടെ കൃഷ്ണകുമാർജിയോട് ഒരു വിഷമം ഉണ്ടെന്ന് പറയുകയുണ്ടായി. സന്ദീപ് വാര്യരുടെ അമ്മയടക്കം ആ സമുദായത്തിൽ നിന്ന് വരുന്ന. ഇങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളെ, റൈറ്റ് ലീനിങ് സ്വത്വാധിഷ്ഠിതമായ കാര്യങ്ങളെ ഒരുമിച്ച് നിർത്തി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്താണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുന്നത്. ഇത് ആത്മാർത്ഥമായി സമ്മതിക്കുന്നതിന് പകരം വളഞ്ഞ വഴിയിൽ ഈ 100 കാര്യങ്ങളൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആ 30% വോട്ടുകളുടെ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതിന്റെ ഒരു വിഭാഗം നേരെ സരനും കൂടെ പോവുകയാണെങ്കിൽ അങ്ങനെ. നേരെ മറിച്ച് സുരേന്ദ്രൻജി പറഞ്ഞു കേട്ടില്ലേ, പാവം തങ്ങളെന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ ആദരിക്കുന്ന വ്യക്തിയാണ്, ബാക്കിയുള്ളവരെ എല്ലാം കണ്ടില്ലല്ലോ, തങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. സുരേന്ദ്രൻജി ഉദ്ദേശിക്കുന്ന എന്താ? ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ജാതി എടുത്തു പറഞ്ഞ് നമ്മുടെ വിശ്വകർമ്മ സമാജം, നായർ സമൂഹം, ഈഴവ സമൂഹം, ലത്തീൻ കത്തോലിക്കരെ പിതാക്കളെ കണ്ടില്ലെന്ന് പറയുന്നതിലൂടെ സുരേന്ദ്രൻജി മുസ്ലിം വിരുദ്ധമായ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷനാണ്. ഇത് ഈ സത്യസന്ധതയോടെ പറയുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞു കെട്ടി ലോകത്തിലില്ലാത്ത തത്വങ്ങളൊക്കെ പറയേണ്ട കാര്യം എന്താണ്? കേരളത്തിൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും നല്ല പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. കാര്യം ഒരു സാമുദായിക ലൈൻ അവരെടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ മുസ്ലിം താല്പര്യങ്ങൾ, മറുകൈയിൽ എല്ലാവരുടെയും താല്പര്യം. ഇല്ലെങ്കിൽ വാര്യരായ സവർണ മുന്നോക്ക വിഭാഗത്തിലെ വാര്യരെ ഇത്ര സ്നേഹത്തോടെ വെൽക്കം ബ്രോ എന്ന് പറഞ്ഞ് മുനവർലി തങ്ങൾ പോസ്റ്റ് ഇടുവോ? കുഞ്ഞാലിക്കുട്ടി സാർ ഇൻസ്റ്റാഗ്രാമിലടക്കം സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്നതിന്റെ പോസ്റ്റ് ഒരു മതസൗഹാർദ്ദത്തിന്റെ ലൈൻ പോകണം എന്നുള്ളതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് അതിനെ മതേതരത്വം എന്ന് വിളിക്കാൻ കഴിയും, എനിക്കറിയാം. എനിക്ക് എന്റെ സുഹൃത്തുകൂടെയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പാർട്ടി കോൺഗ്രസിൽ പോകുന്നതിന്റെ തലേ ദിവസം മുമ്പ് വരെ എന്നോട് സംസാരിച്ചിരുന്നു. ഇപ്പൊ സന്ദീപ് വാര്യർ പോലും മതേതരത്വം എന്നേ പറയുന്നുള്ളൂ. കാര്യം അങ്ങനെയാണ് പൊളിറ്റിക്കലി കറക്റ്റ്. പാലക്കാട് മതേതരത്വം എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദുവിന്റെ ഫോട്ടോ ഇടും. ഇനി മതേതരത്വം എന്ന് വിളിച്ചാൽ അങ്ങനെ, മതസൗഹാർദ്ദം എന്ന് വിളിച്ചാൽ അങ്ങനെ, ബഹുസ്വരത എന്ന് വിളിച്ചാൽ അങ്ങനെ, MA ബേബി സാറിന്റെ ഭാഷയിൽ വിശ്വമാനികത എന്ന് വിളിച്ചാൽ അങ്ങനെ. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി വേണം സാർ ജയിക്കാൻ. ഇതിലൊരു തെറ്റുമില്ല. ഇതിലെ ഏക തെറ്റെന്താണെന്നറിയാമോ? ഇത് ചെയ്തിട്ട് അതല്ല എന്നിട്ട് കള്ളം പറയും, അന്താരാഷ്ട്ര തത്വങ്ങൾ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ പറയും. പാലക്കാട്ടിലെ യഥാർത്ഥത്തിൽ സവർണ ഹിന്ദു വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, പിന്നെ 4%-എങ്കിലുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ആർക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയും അവർ ജയിക്കും. ഇത്രയല്ലേ ഉള്ളൂ ഇതിലെ സംഭവം. ഈ സംഭവത്തിന് വേണ്ടിയിട്ട് ഇല്ലാത്ത തത്വം പറയുന്നത്. എന്നെ ഒരു കാര്യം കൂടെ, സന്ദീപ് വാര്യർ പണ്ട് പറഞ്ഞ നിലപാടുകൾ ശരിയല്ല എന്ന് മാറ്റി പറഞ്ഞിട്ടില്ലേ? ഇനി സന്ദീപ് വാര്യർ ഓർക്കണം, ഒരു മതസൗഹാർദ്ദ പോസ്റ്റ് എഴുതിയതിന് അദ്ദേഹത്തിന് 1 വർഷം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് മാറി വ്യക്തിയാ. അന്ന് സന്ദീപ് വാര്യരെ ആദ്യം സപ്പോർട്ട് ചെയ്ത വ്യക്തി ഞാനാ. അതായത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന വളരെ നല്ല കാര്യം, എല്ലാവരും സ്വീകരിക്കേണ്ട കാര്യം പറഞ്ഞ സന്ദീപ് വാര്യര. അപ്പൊ അത്ര നല്ല കാര്യങ്ങൾ വന്നെങ്കിൽ പോസിറ്റീവായ ആൾക്കാരെ കൊണ്ടുവരിക. AK ബാലൻ സാർ, സന്ദീപ്, അല്ലെങ്കിൽ ബിനോയ് വിശ്വം സാർ, CPI-ക്കാർ പൊതുവെ ആരെ അംഗീകരിക്കാത്തവരാണ്. ബിനോയ് വിശ്വം സാർ അടക്കം സന്ദീപ് വാര്യരെ കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ പോസിറ്റീവായി എടുത്താൽ മതി. അപ്പൊ സന്ദീപ് വാര്യരുടെ പഴയ പാസ്റ്റ് പറഞ്ഞ് മുസ്ലിം വോട്ടുകളിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നതിലൊരു നന്മയില്ലാന്ന് CPM തിരിച്ചറിയണം. സഖാവ് അനിൽകുമാർ സാർ ഇത് പറയുമ്പോൾ അതൊരു നന്മയില്ലാത്ത രാഷ്ട്രീയമാണ്. പകരം പോസിറ്റീവുകളെ ഉയർത്തി. സരിൻ ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. സരിനാണ് ഏറ്റവും ത്യാഗം ചെയ്തത്. ഇത്രയും ഉന്നതമായ സിവിൽ സർവീസ് കളഞ്ഞിട്ട് വന്ന സരിന. ഇനി 2 രാജു P. നായർ സാർ സരിന്റെ പ്രസ് മീറ്റുകളെ കുറിച്ച് പറയുന്നത് കേട്ടു. സരിൻ 1 മാസം മുമ്പ് ഡിജിറ്റൽ KPCCയുടെ ഹെഡ് ആയിരുന്നില്ലേ? അപ്പം ഈ വ്യക്തിവിരോധം തീർക്കുന്നതല്ല പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം. പോസിറ്റീവുകളിൽ ബിൽഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ വന്നാൽ നല്ലതാണ്. 3 പേരെയും വ്യക്തിപരമായിട്ട് അറിയാം. 3 പേരും പ്രഗത്ഭരാണ്. കൃഷ്ണകുമാർജി കുറെ കൂടെ ഒരു ബാക്ക് റൂം ഓപ്പറേറ്ററാണ്. ചാനൽ ചർച്ചകളിൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന ആളല്ല. പക്ഷെ 3 പേർക്കും പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയം പറയണം. സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്താൽ, സാമുദായിക രാഷ്ട്രീയം നടത്തിയാൽ അത് പറയുന്നതിന് ഒരു തെറ്റുമില്ല. അത് സത്യസന്ധമായി തുറന്നു പറഞ്ഞാൽ അത് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. MA ബേബി സാർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വത്ത് രാഷ്ട്രീയമെങ്കിൽ സ്വത്ത് രാഷ്ട്രീയം അതൊരു രാഷ്ട്രീയ അവബോധത്തിന്റെ തുടക്കമാണല്ലോ എന്ന്. അന്നത്തെ ഒരു മുസ്ലിം വിഷയത്തിൽ പറഞ്ഞതാ. ഇതൊരു രാഷ്ട്രീയ അവബോധത്തിന്റെ തുടക്കമായി ഒരു കമ്മ്യൂണിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എടുത്താൽ മതി.